കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ഒരു ദിവസം കൂടെ കാണുവാൻ അവിടുന്ന് നമ്മെ അനുവദിച്ചല്ലോ. ദൈവസന്നിധിയിലേക്ക് ഒരു ദിവസം കൂടെ യഥേഷ്ടം കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം അവിടുന്ന് നമുക്ക് നൽകിയല്ലോ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിയ ശേഷം ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം. 96-ാം സങ്കീർത്തനം വാക്യമായി വായിക്കാം. ഹല്ലേലൂയ. സാം നമ്പർ 96. സാം നമ്പർ 96, 96-ാം സങ്കീർത്തനം. ലെറ്റ്സ് റീഡ് ഇറ്റ് റെസ്പോൺസീവ്ലി. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിക്കുവീൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവീൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. ഈ അനുഗ്രഹപ്പെട്ട സങ്കീർത്തനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുപാട് ആഹ്വാനങ്ങൾ സങ്കീർത്തനക്കാരൻ കൊടുക്കുന്നുണ്ട്. ഒന്ന്, പാട്ട് പാടുവീൻ, യഹോവയ്ക്ക് പാടുവീൻ, അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ, അവൻ്റെ അത്ഭുതങ്ങൾ വിവരിപ്പീൻ. കാരണം അവൻ സ്തുത്യനാണ്, ഭയപ്പെടുവാൻ യോഗ്യനാണ്, അവൻ ജീവനുള്ള ദൈവമാണ്. ഇതെല്ലാം പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ഒരു പർട്ടിക്കുലർ പറഞ്ഞിരിക്കുന്ന ആഹ്വാനം ഇതാണ്: അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ, അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. നാം അത് വിചാരിക്കുമ്പോൾ വെളിയിൽ പോയി സുവിശേഷം പറയുന്ന കാര്യം മാത്രമാണെന്നാണ് നാം വിചാരിക്കുന്നതിനോ. കൂടി വരുമ്പോഴൊക്കെ നാം ഓർക്കാനുള്ളത് അവൻ്റെ രക്ഷയാണ്. ഇന്ന് രാവിലെയും പാട്ടുകളിലൂടെയും സ്തുതികളിലൂടെയും സ്തോത്രങ്ങളിലൂടെയും ദൈവസന്നിധിയിൽ നമുക്ക് പറയാനുള്ളത് അവൻ എന്നെ രക്ഷിച്ചു, അവൻ്റെ സ്നേഹമാണ് നമുക്ക് വർണ്ണിപ്പാനുള്ളത്. അതിനോട് ചേർന്നൊരു പാട്ട് പാടി ആദ്യം കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. പാട്ടുകാരൻ ചോദിക്കുകയാണ്, എന്ത് ഞാൻ പകരം കൊടുക്കും? ഒന്നുമില്ല. പകരം എന്ത് കൊടുക്കാം? അന്ത്യത്തോളം ഞാൻ അങ്ങേക്ക് വേണ്ടി പാടാം, അന്ത്യത്തോളം ഞാൻ അങ്ങയെ സ്തുതിക്കാം, ഒരു ആരാധനയായി എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതാണ് സങ്കീർത്തനക്കാരനും അതുപോലെ തന്നെ ഈ പാട്ടുകാരനും ഒരുപോലെ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാനും അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ, അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഒരു ആരാധനയായി എന്നെ സമർപ്പിക്കുന്നു. പാട്ടുകൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. എന്തു നല്ല
തക്കോണം കാട്ടിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശു ചൊരിഞ്ഞ നിത്യ സ്നേഹമേ എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥനേ എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോട് പാടിടും ഞാൻ ദേവാ ഇത്രത്തോളം. ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രാവിലെ ദിവസത്തെ കൂട്ടുവരുത്തി കർത്താവിന് നമുക്ക് നന്ദി പറയാം. അവന്റെ സ്നേഹമാണെന്ന് സാധ്യമാക്കി തന്നത്, മക്കളെന്ന പദവി നമുക്ക് നൽകി തന്നത് അവന്റെ സ്നേഹമാണ്. അവന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി ഹല്ലേലൂയ നമ്മെ സ്വതന്ത്രരാക്കിയതാണ്. ഹല്ലേലൂയ. നന്ദിയോട് 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 അവനെ നമുക്ക് സ്തുതിക്കാം. We praise you Lord, we love you Lord. ഞങ്ങളെ സ്നേഹിക്കുന്നു. ഓ നന്ദിയോട് അന്ത്യത്തോളം നന്ദിയോട് 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 നന്ദിയോട്. ഹല്ലേലൂയ. Praise you Lord, praise you Lord, praise you Lord. നന്ദിയോട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യ സ്നേഹമേ. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞുവെന്ന് വചനത്തിൽ കാണുമ്പോൾ അതിന്റെ അർത്ഥം അവിടുത്തെ സ്നേഹം നമുക്കായി ചൊരിഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് തന്നെ ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഒരു പഴയ ഗാനം. യേശു രക്ഷിതാവൻ സ്വന്തമായതിനാൽ ഞാൻ അവൻ്റെ സന്താനം മകനായി തീർന്നതിനാൽ എൻ്റെ ഹൃദയത്തിൽ എന്തു മോദമാ, അതുകൊണ്ട് ഞാൻ പാടും സന്തോഷത്താൽ. ഈ ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ ഞാനവൻ സന്താനം ആയി തീർന്നതാൽ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ ഞാനവൻ സന്താനം ആയി തീർന്നതാൽ. എന്തു ബോധമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. എന്തു ബോധമെന്റെ അന്തരംഗത്തിൽ പാടും
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. ആമേൻ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. ഹല്ലേലൂയ. ഞാൻ നന്ദിയാൽ കർത്താവിനെ സ്തുതിക്കൂ. കാരണം അവൻ എന്നെ തന്നെ സ്വന്തമാക്കി തീർത്തു. ഹല്ലേലൂയ. അവനെ കൈകളിൽ വഹിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. അവനെ സ്വന്തമാക്കി തീർക്കുവാൻ അവന്റെ പുത്രനെ എനിക്ക് വേണ്ടി യാഗമാക്കി തന്നതോർത്ത് അതെത്രയോ ആശ്ചര്യമാണ്, അതെത്രയോ മാധുര്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord. We worship you, Lord. Hallelujah. Hallelujah, hallelujah. സ്തോത്രം, 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 സ്തോത്രം. Thank you, Lord. ആ സ്നേഹത്തെ സ്മരിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകളിൽ നമുക്ക് പങ്കെടുപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ഈശ്വരനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. Yes, Lord. Hallelujah, 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 hallelujah. Sodram, 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 sodram. Yes, Lord, yes, Lord, yes, Lord. Hallelujah. Praise you, praise you, praise you, praise you, praise you. Yes, Lord, hallelujah. Praise you, Lord, 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 praise you, Lord. Thank you, Lord, thank you, Lord, thank you. Yes, Lord. Sodram, 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 sodram. Yes, Lord. Amen, amen. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ please come forward and say the memory verses. Darkness we were waiting without hope, without love.
14. And the Word became flesh and dwelt among us, and we beheld his glory, the glory as of the only begotten of the Father, full of grace and truth. Psalms 91 verses 7 and 8. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. You will only, with your eyes, you will only see the recompense of the wicked. Psalms 119, verses 7 and 8. I will praise you with an upright heart when I learn your righteousness rules. I will keep your statutes. Do not utterly forsake me. John 1 verse 14. And the Word became flesh, dwelt among us, and we beheld his glory, and the glory as of the only begotten of the Father, full of grace and truth. John 1 verse 14. And the Word became flesh and dwelt among us, and we beheld his glory, the glory of the one and only Father, full of grace and trust. Hebrews 3, verse 1 and 2. Therefore, holy brothers and sisters who share in the heavenly calling, fix your thoughts on Jesus, whom we acknowledge as our apostle and high priest. He was faithful to the one who appointed him, just as Moses was faithful in all God's house. And whatever you do in word and truth, do all in the name of the Lord Jesus, giving thanks to God the Father through him. Colossians 3, verse 17. 1 Corinthians chapter 6, verse 12. Everything is lawful for me, but everything is not profitable. Everything is lawful for me, but I will not be mastered by anything. Hebrews 3, verse 1 and 2. Therefore, holy brothers who share in the heavenly calling, fix your thoughts on Jesus, on whom we acknowledge as our apostle and high priest. He was faithful to the one who appointed him, just as Moses was faithful in all God's house. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അവരെ നമുക്ക് ദാനമായി നൽകി തന്നുവെങ്കിൽ കർത്താവിൻ്റെ ഉദ്ദേശം അവരുടെ മേൽ നിവർത്തിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ മധ്യത്തിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവസഭയ്ക്കും ദൈവസമൂഹത്തിനും അനുഗ്രഹമായി വരുവാൻ അവരുടെ മേലുള്ള ദൈവോദ്ദേശം പൂർണ്ണതോതിൽ ഈ ജീവിതകാലത്ത് നിവർത്തിപ്പാൻ ദാവീദ് തൻ്റെ തലമുറയിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തതുപോലെ ദൈവഹിതത്തിന് ശുശ്രൂഷ ചെയ്തതുപോലെ കുഞ്ഞുങ്ങളും അപ്രകാരമായിത്തീരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരൻ ബ്രദർ ജോൺ ഫിലിപ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ബ്രദർ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Yes, Lord. Hallelujah. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Thank you, Lord. 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 Yes, Lord. Yes, Lord. Hallelujah. സ്തോത്രം. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ഒരുമിച്ച് ധ്യാനിപ്പാനായി പോകുന്നത്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിമിതമായതുകൊണ്ട് ഞാൻ Gospel according to Mark chapter 8 verses from 31 to 38. Gospel according to Mark chapter 8.
എൻ്റെയും ആമേൻ. ഈ അനുഗ്രഹപ്പെട്ട വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവവചനം എഴുതിയവർ, അതിൻ്റെ രചയിതാക്കൾ അധ്യായവും വാക്യവും ഇട്ടല്ല വചനം എഴുതിയത്. പക്ഷേ പിൽക്കാലത്ത് വായിക്കുവാനും നമുക്ക് മനസ്സിലാക്കുവാനുള്ള സൗകര്യത്തിനായിട്ടാണ് വാക്യങ്ങളായിട്ടും അധ്യായങ്ങളുമായി തിരിച്ചത്. ഈ ഒരു അധ്യായം നമ്മൾ നോക്കുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഖണ്ഡികയിൽ, അല്ലെങ്കിൽ ഈ ഖണ്ഡികയിൽ നമുക്ക് യേശു കർത്താവിൻ്റെ ജീവിതത്തിലൂടെ നമുക്കും പഠിക്കാവുന്ന 3 കാര്യങ്ങൾ, അതാണ് നമ്മൾ ധ്യാനിക്കാനായി പോകുന്നത്. ഒന്ന്, ജീവിതത്തിൻ്റെ ലക്ഷ്യം, പർപ്പസ്. അത് നമുക്ക് ഈ ഖണ്ഡികയിൽ കാണാൻ കഴിയും. 2, ആ പർപ്പസിൽ ആത്യന്തികമായി എത്തിച്ചേരാനുള്ള പാത്വേ, വഴി, അതും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ ആത്യന്തികമായി നമുക്ക് ലഭിക്കുന്ന മഹത്വം, ഗ്ലോറി, അതും ഈ ഖണ്ഡികയിൽ കാണാൻ കഴിയും. പർപ്പസ്, പാത്വേ ആൻഡ് ഗ്ലോറി. ഈ അധ്യായം തുടങ്ങുന്നത് യേശു കർത്താവ് 4000 അല്ലെങ്കിൽ 4000 പുരുഷാരത്തെ, 4000 ആയിരിക്കില്ല, ഇത് കൂടുതലുണ്ടാവും, പക്ഷേ അവിടെ 4000 എന്നാണ് സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്. ആ ഏറിയ പുരുഷാരത്തെ പോഷിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അവിടെ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. 7 അപ്പവും കുറേ മീനും എന്നാണ് പറഞ്ഞത്. ചെറിയ മീനും കുറേ ഉണ്ടായിരുന്നു. 7-ാം വാക്യം. 5-ാം വാക്യം, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചതിന് 7 എന്ന് അവർ പറഞ്ഞു. മറ്റൊരു ഭാഗം നമുക്കറിയാം, 5 അപ്പവും 2 മീനും. ഇവിടെ 7 അപ്പവും കുറേ മീനും. ഈ അത്ഭുതം അങ്ങനെ ചെയ്തതിലൂടെ കർത്താവ്, അതിനകത്തൊരു ആത്മീക മീനിങ് ഉണ്ട് പ്രിയമുള്ളവരെ. അതായത് താനാണ് സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം. അത് ഒരിക്കൽ താൻ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുകയുണ്ടായി. മനുഷ്യന് ആത്യന്തികമായിട്ടുള്ള അവൻ്റെ വിശപ്പിന് ശമനം വരുത്തുന്ന അപ്പം താനാണ്. ഇതാണ് ഈ ഒരു ഉദാഹരണം അല്ലെങ്കിൽ അത്ഭുതത്തിലൂടെ കർത്താവ് കാട്ടുന്നത്. അല്ലാതെ അപ്പമില്ലാത്ത എല്ലായിടത്തും പോയി കർത്താവ് അപ്പം ഉണ്ടാക്കി കൊടുത്തില്ല. പക്ഷേ അവിടെ അങ്ങനെ താൻ ചെയ്തതിലൂടെ, ഞാനാണ് ജീവൻ്റെ അപ്പം, ഈ അപ്പം കഴിക്കുന്നവൻ നാളെ രാവിലെ വിശക്കും, പക്ഷേ ജീവൻ്റെ അപ്പമായ എൻ്റെ അരികിൽ വരുന്നവൻ ഒരു നാളും വിശക്കുകയില്ല. ശമരിക്കാരി സ്ത്രീയോടെ പറഞ്ഞതാണ്, ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെ ദാഹിക്കും, പക്ഷേ ജീവജലമാണ് ഞാൻ തരുന്നത്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ പിന്നിലൊക്കെ പ്രത്യേകിച്ചും ഉദ്ദേശങ്ങളുണ്ട്. അതെല്ലാം അടയാളങ്ങളായിരുന്നു. ഇറ്റ് വാസ് ഓൾ സൈൻസ് പോയിൻറ്റിങ് ടുവേർഡ്സ് ഹിം. തന്നിലേക്ക് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന അടയാളങ്ങളായിരുന്നു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ. താൻ ആഗ്രഹിച്ചത് ഈ അത്ഭുതത്തിലൂടെ അവർ മനസ്സിലാക്കണം, ഞാനാണ് നിങ്ങൾ കാത്തിരുന്ന മശിക. അല്ലാതെ എനിക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും എന്ന് കാണിക്കാൻ വേണ്ടിയല്ല, ഞാനാണ് മശിക, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. പക്ഷേ അവരും കാത്തിരുന്നത് മശികയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ അവരുടെ എക്സ്പെക്റ്റേഷൻ, അവരുടെ മശികയെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷ ഇതായിരുന്നില്ല. അവർ മശികയെക്കുറിച്ച് പ്രതീക്ഷിച്ചത് ഹി വിൽ ബി എ വാറിയർ, ഒരു യുദ്ധവീരനായിരിക്കും. എന്തിന്? ഞങ്ങളുടെ ഇപ്പോഴത്തെ മാനുഷികമായ രീതിയിലുള്ള അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന, റോമ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ഒരു യുദ്ധവീരനായ ഒരാളായിട്ടായിരിക്കും മശിക വരുന്നത്. അപ്പോൾ അവർ മശികയ്ക്ക് വേണ്ടി കാത്തിരുന്നെങ്കിലും അവരുടെ പ്രതീക്ഷയും അവരുടെ സൈൻ, അവർ നോക്കിയ സൈൻ അല്ല കർത്താവ് കാണിച്ച്. കർത്താവിന് വേണമെങ്കിൽ അങ്ങനെ തന്നെ വരാം, പക്ഷേ അവർ നോക്കിയ പ്രതീക്ഷകളല്ല കർത്താവിൽ നിന്നും അവർക്ക് ലഭിച്ചത്. ഈ അത്ഭുതം കഴിഞ്ഞിട്ട് ഈ കാണിച്ച അത്ഭുതങ്ങളൊന്നും നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അവരെ ഏശിയില്ല എന്നത് തെളിയിക്കുന്ന ഒരു പാസേജാണ് അടുത്ത പാസേജ് 11 മുതൽ. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തിട്ട് പരീശന്മാർ വീണ്ടും വന്ന് കർത്താവിനോട് ചോദിക്കുന്നത് നോക്കിയേ,
അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്നൊരു അത്ഭുതം വേണം. ഇപ്പോൾ ഈ 4000 പോഷിപ്പിച്ചത് എവിടുന്ന? ഭൂമിയിൽ നിന്നാണോ? ഇതെല്ലാം സൂപ്പർ നാച്ചുറലാണ്. അവർക്കിപ്പോൾ വേണ്ടിയത് ആകാശത്തൊരു അടയാളം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, യഹൂദന്മാർ ഇപ്പോഴും അടയാളം ചോദിച്ചുകൊണ്ടിരിക്കുക. യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. 12-ാം വാക്യത്തിൽ കർത്താവ് ഇത്രയും കാര്യം അവരുടെ മുമ്പിൽ ചെയ്തിട്ടും, അവർക്ക് വേണ്ടി മശിഹയായി വന്നിട്ടും, അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ടും അത് വിശ്വസിപ്പാൻ അവർക്ക് കഴിയാഞ്ഞത് കൊണ്ട് അവൻ ആത്മാവിൽ ഞരങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Sighing deeply in his spirit. അവിടെ നമുക്ക് വല്ലതും ഉണ്ടോ? ദൂത് തുടർച്ചയായി കേൾക്കുന്ന വചനം നമുക്കത് വിശ്വാസമായി പരിണമിച്ചില്ല എങ്കിൽ അവൻ ഇപ്പോഴും ആത്മാവിൽ ഞരങ്ങുക. കാരണം ഇതൊരു പെർഫോമൻസ് അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ രാവിലെ കൊയറെല്ലാം കൂടെ വന്നൊരു പെർഫോമൻസ്, അത് കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേറ്റ് നിന്ന് വചനത്തിലൂടെ ഒരു പെർഫോമൻസ്. ഇത് ഡ്രാമ കളിക്കുന്ന, സ്കിറ്റ് കളിക്കുന്ന സ്റ്റേജ് അല്ല ഇത്. ഇത് ജീവന്റെ വചനം ഇവിടെ വിളമ്പുകയാണ്. അത് ഏറ്റെടുത്ത് രൂപാന്തരീകരണത്തിനായി നമ്മുടെ ജീവിതത്തിൽ അത് ഭവിച്ചില്ലെങ്കിൽ ദൈവാത്മാവ് ഇപ്പോഴും ഞരങ്ങുക. കാരണം യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ടൈം. ഈ വചനം ശ്രവിക്കാൻ ആഗ്രഹമുള്ളവർ സ്വാതന്ത്ര്യമില്ലാതെ ആയിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, യഥേഷ്ടം കടന്നു വരുവാൻ അവസരം ലഭിച്ച നമുക്ക് ലഭിക്കുന്ന വചനങ്ങൾ അത് ഗുണമായി ഭവിച്ചില്ല എങ്കിൽ നമ്മുടെ സമയം നാം വ്യർത്ഥമാക്കുക. സോ യഹൂദന്മാർ ചോദിക്കുക, ഞങ്ങൾക്ക് ഇനി എന്തോ വേണം? ഞങ്ങൾക്ക് അടയാളം വേണം. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറയുക, 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഈ പരീശന്മാരുടെ പുളിച്ച മാവുണ്ടല്ലോ, അത് സൂക്ഷിക്കണം. അപ്പോൾ അവരൊന്ന് ഗ്രോസറി കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മാവൊക്കെ വെക്കുന്നു. നോ, അവരുടെ ഉപദേശത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. പുളിച്ച മാവെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അനാലജിയാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ പറച്ചിലേ ഉള്ളൂ, ജീവിതമില്ല. നമ്പർ 1 ഹിപ്പോക്രിറ്റ്സ് ആയിരുന്നവർ. ദൈവത്തിൻ്റെ പ്രമാണം ജനത്തിൻ്റെ മുകളിൽ ഇത്തിരി കൂടെ ഭാരം കൊടുത്ത് വെക്കും, പക്ഷെ ചെറിയൊരു വിരൽ കൊണ്ട് പോലും അത് അണക്കുവാൻ അവർക്ക് കഴിയില്ല. കർത്താവ് പറഞ്ഞ കാര്യമാണ്. അതായത് വലിയ ഭാരം ചുമത്തി ജനത്തിന് തോളി വെച്ചു കൊടുക്കും. അവരത് പുലർത്തിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഫോൺ വിളിച്ച് ചോദിക്കും, എന്താടേ? പക്ഷെ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പരീശന്മാർ. ഇന്നുകൊണ്ട് പരീശന്മാർ. കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞത്, യു ബി കെയർഫുൾ അബൌട്ട് ദം. യു ബി കെയർഫുൾ അബൌട്ട് ദം. അടുത്തത് 22-ാമത്തെ വാക്യത്തിൽ മുതൽ 26-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് ഒരു കുരുടനായവനെ സൗഖ്യമാകും. അപ്പം ആദ്യം ഒരു അത്ഭുതം നടന്നു, അതിനുശേഷം ഈ കോൺവെർസേഷൻ നടന്നു. കർത്താവ് അതിന് മറുപടി പറഞ്ഞു, ശിഷ്യന്മാർക്ക് വാൺ ചെയ്യുന്നു. ഇതൊരു സീക്വൻസ് ആയിട്ട് എടുത്താൽ പിന്നെ ഒരു കുരുടനെ കർത്താവ് സൗഖ്യമാക്കുക. അവന് കാഴ്ച ലഭിച്ചു. അവനോടൊരു കാര്യം പറയുന്നു, നീ ഊരിൽ ഇനി കിടക്കരുത്. അതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കർത്താവ് പറഞ്ഞു നമുക്ക് എടുക്കാം. അവനോട് പറഞ്ഞു, നീ ഊരിൽ കിടക്കുപോലെ വരുതെന്ന് പറഞ്ഞ് അവനെ അവൻ്റെ വീട്ടിലേക്ക് അയച്ചു. അതായത് ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം, അവൻ ആ പഴയ ആയിരുന്ന സാഹചര്യത്തിലേക്ക് അവന് മടങ്ങിപ്പോകാൻ അനുവദിക്കാതെ അവൻ്റെ വീട്ടിലേക്ക് അവനെ അയക്കുക. 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരോടായി ചോദിക്കുകയാണ്. ഇവിടെ ഒരു പശ്ചാത്തലമുണ്ട്, നിങ്ങൾ ഓർക്കണം. അടയാളം കാണിച്ചു, അത്ഭുതങ്ങൾ കാണിച്ചു. പരീശന്മാർക്ക് അത് മനസ്സിലായില്ല. അവർ വീണ്ടും അടയാളം ചോദിക്കുകയാണ്. പരീശന്മാരുടെ ഉപദേശത്തെ അപ്രകാരം കർത്താവ് നിശ്ചിതമായി വിമർശിക്കുന്നു. പുളിച്ച മാവാണെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും അടയാളം കാണിച്ചു. എന്താ? കുരുടനെ സൗഖ്യമാക്കി. ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? കർത്താവിൻ്റെ മനസ്സിൽ എന്തായിരിക്കാം? ഇത്രയും അടയാളം കാണിച്ചിട്ട് ഞാൻ ആർക്കു വേണ്ടി വന്നോ അവർക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഇന്നും ഇത് തന്നെയാണ് ചോദ്യം. ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് വാലിഡ് ടുഡേ ഓൾസോ.
കർത്താവിനെക്കുറിച്ചുള്ള പൂർണ്ണതോതിലുള്ള പരിജ്ഞാനം കിട്ടാതെ എത്ര റിലീജിയസ് ആയിട്ടുള്ള സാക്രമെന്റ്സ് കഴിച്ചാലും ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. നാം എത്ര ചടങ്ങ് ചെയ്താലും കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടിയോ? അതാണ് ഏറ്റവും മൂല്യമുള്ളത്. കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുക, ജനങ്ങൾ എന്നെ ആര് പറയുന്നു? കർത്താവിന് അറിയത്തില്ലേ? ജനങ്ങൾ എന്നെ ആരെന്ന് പറയും? ഒന്ന് വായിക്കാമോ? ഇത് കർത്താവിന് അറിയത്തില്ലേ? ഹി ഈസ് ആൻ ഓംനീഷ്യന്റ് ഗാഡ്. ഹി ഈസ് ഗാഡ് ഓൺ ഫുട്ട്. അല്ലേ? മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ദൈവം തന്നെയാണ്. And he knows what is in the heart of each and every one of them. ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവൻ തന്നെയാണ്. But he is asking this question, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അതെന്തിനാണെന്നറിയാമോ? ഇവര് എന്ത് വിശ്വസിക്കുന്ന അറിയാൻ വേണ്ടിയാ. He is coming to that. ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നത് ഇവരുടെ വായിന്ന് കേട്ടിട്ട് വേണോ? No, he want to ask this follow-up question. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? He knows each and every one of them and their hearts. അത് കഴിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുക, എന്താ ചോദിക്കുന്നത്? നിങ്ങൾ 29ാമത്തെ വാക്യം വായിച്ചിട്ട്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. മറ്റേത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതും അറിയത്തില്ലേ കർത്താവ്? കർത്താവിനറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് ശരിക്കും കർത്താവിനറിയാം. ഇന്ന് രാവിലെ നമ്മളിവിടെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു സ്തോത്രം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അത് അവന് പ്രസാദമാണ്. അല്ലെ പറയരുത്, വെറുതെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ സ്തോത്രം പറയുന്നത് പറയാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. ഇറ്റ് ഷുഡ് കം ഫ്രം യുവർ ഹാർട്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ ദൈവത്തിനത് പ്രസാദമാകത്തേ ഉള്ളൂ. അല്ലെ പിന്നെ ഒരു ഓളം അടിക്കാം, അല്ലേ? അയ്യോ, അവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം കേൾക്കാൻ പോലും പറ്റത്തില്ല. ഭയങ്കര ഓളമാണ്. ആ ഓളമല്ല ഞാൻ നോക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സ്തോത്രമേ വന്നുള്ളെങ്കിലും അത് ആത്മാർത്ഥതയോടെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവത്തോടുള്ള നന്ദിയിൽ പറഞ്ഞാൽ അത് അവന് പ്രസാദമാണ്. He knows what is in their heart, but he want to hear it. അവനത് കേൾക്കണം. ഞാൻ അബ്രഹാമിൻ്റെ ആ സാക്രിഫൈസ് പറഞ്ഞപ്പോൾ ഞാൻ പറയുണ്ടായി, കർത്താവിന് അറിയാം അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമാക്കോ ഇല്ലയോ എന്നുള്ളത്. But he want to experience it. Because he is സർവജ്ഞാനിയാ, omniscient God. But he want to experience it. Today also, ഇവിടെ എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നറിയാവോ? ഇവർ പറഞ്ഞ ഉത്തരമാണ്. അത് വലിയ ദൈവശാസ്ത്രപരമായ ഉത്തരമാണ്. അത് വായിച്ചാട്ടെ, 29 കഴിഞ്ഞ് 29ാമത്തെ വാക്യം. നീ ക്രിസ്തുവാകുന്നു. ഇതാണ് ക്രിസ്തു മശീഹ. യഹൂദന്മാർക്കത് മനസ്സിലായില്ല. ഇത്രയും അത്ഭുതം ചെയ്തിട്ട് അവർക്കത് പിടികിട്ടിയില്ല. പക്ഷെ ഇവർക്ക് കിട്ടി. ഞാൻ ഇച്ചിരൂടെ സ്തോത്രം പ്രതീക്ഷിച്ചു. അതിന് കാരണം എന്നറിയോ? പ്രസംഗത്തിന്റെ പോയിന്റിന് സ്തോത്രം പറയുന്ന കാര്യമല്ല. ഇത് മഹത്തരമായ ഒരു വെളിപ്പാടാ. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചതാ. ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയതാ. പാടുമ്പം വിദ്യാഭ്യാസവും ജനത്തിന് മുമ്പിൽ വലിയ സ്റ്റാറ്റസും ഇല്ലാത്ത മുക്കുവന്മാർക്ക് ഇത് വെളിപ്പെടുത്തി. നാമും സമൂഹത്തിൽ ഇപ്രകാരമൊക്കെ തന്നെയാ. ദൈവത്തിന്റെ കരുണയും കൃപയുമാണ് യേശുവിനെ ക്രിസ്തു എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുവാൻ നമുക്ക് കഴിഞ്ഞത്. അതൊരു സ്വർഗീയ വെളിപ്പാടാണ്. ഇറ്റ്സ് എ ഡിവൈൻ റെവലേഷൻ. കർത്താവ് 6:34 യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ. തിരിച്ചു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പിതാവ് ആകർഷിച്ചിട്ടിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്ത് എല്ലാം പറ്റത്തില്ല. തിരിച്ചു കർത്താവ് പറയാ, പിതാവിനൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്ത് എല്ലാം പറ്റത്തില്ല. തിരിച്ചു കർത്താവ് പറയാ, രക്ഷിതാവെന്നും കർത്താവെന്നും കൃപ മാത്രമാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, പെന്തിക്കോസ്ത് ജനിച്ചത് കൊണ്ടല്ല,
ഭക്തിയോടെ ജീവിച്ചത് കൊണ്ടല്ല. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് യേശുവിനെ അറിയുവാൻ കഴിഞ്ഞത്. മത്തായി 11:25 ഞാൻ പറഞ്ഞത്, പിതാവേ നീ ഇത് ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും ഇത് വെളിപ്പെടുത്തി ജ്ഞാനികൾക്കും വിവേകികൾക്കും അത് മറച്ചു വെച്ചു. എന്നിട്ട് അവസാനത്തെ ബാക്കി ഇന്നലെ നമ്മൾ ചിന്തിച്ചതാ, ഇങ്ങനെയല്ലോ പിതാവേ നിനക്ക് പ്രസാദം തോന്നിയത്. This way was well pleasing in your sight. ഹല്ലേലൂയ. നമ്മുടെ ആദ്യത്തെ ചിന്ത, ലൈഫ് പർപ്പസ് ഓഫ് അവർ ലൈഫ്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് നാം ചിന്തിക്കുന്നെങ്കിലും ലൈഫ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് കർത്താവിൻ്റെ ജീവിതത്തെ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് ഭൂമിയിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഭൂമിയിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ടു പെർഫോം മിറക്കിൾസ്. ഭൂമിയിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ടു പെർഫോം മിറക്കിൾസ്. ഭൂമിയിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിരുന്നോ? വെള്ളം വീഞ്ഞാക്കാനായിരുന്നോ? അല്ല, ഇതെല്ലാം താൻ ചെയ്യുകയും ചെയ്തു. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ പർപ്പസ്. ഈ മിറക്കിൾസിനെല്ലാം ഒരു അർത്ഥമുണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്പിരിച്വൽ മീനിങ് ഉണ്ട്. കുരുടനെ അവിടെ സൗഖ്യമാക്കിയപ്പോൾ എന്താ, ആത്മീയ കുരുട്ടുകണ്ണങ്ങളെ തുറപ്പാൻ വേണ്ടി താൻ വന്നേ. ഫിസിക്കൽ ഹീലിംഗ് മാത്രമല്ല അവിടെ നമുക്ക് കാണേണ്ടത്. ദർ ഇസ് എ സ്പിരിച്വൽ ഇന്നർ മീനിങ് ടു ഇറ്റ്. വൈ ഡിഡ് ജീസസ് കം? അപ്പോസ്തലന്മാർ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വാക്കുകളിലൂടെ തന്നെ അവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. പെട്ടെന്ന് പറഞ്ഞു പോകാം. മത്തായി 5:17 കർത്താവ് പറയാം, ഞാൻ പ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. ലൂക്കോസ് 19:10 നീക്കുവാനല്ല നഷ്ടപ്പെട്ടതിനെ കാണാതെ പോയതിനെ തിരഞ്ഞ്. ലൂക്കോസ് 19:10 മനുഷ്യപുത്രൻ വന്നത് തിരഞ്ഞ്. ലൂക്കോസ് 19:10 മനുഷ്യപുത്രൻ സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാനല്ല ഞാൻ വന്നത്. മനുഷ്യപുത്രൻ ജീവൻ കൊടുക്കുവാനല്ല ഞാൻ വന്നത്. ജീവൻ കൊടുക്കുവാനല്ല വിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഹല്ലേലൂയ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ. കർത്താവ് ഈ സുവിശേഷങ്ങളിൽ തന്നെ നമുക്ക് 80 പ്രാവശ്യം ഇത് കാണാം. ഈ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 14 വട്ടം ഇത് നമുക്ക് കാണാം. കർത്താവ് തന്നെ പരിചയപ്പെടുത്തിയത് മനുഷ്യപുത്രനെന്ന്. ബട്ട് ഹീസ് സൺ ഓഫ് ഗാഡ്, ഈസ് ഗാഡ് ഹിംസെൽഫ്. അവിടെ എന്ത് കാണാം? നമുക്കൊരു ചുമ്മാഡോ ഉണ്ടെങ്കിൽ നമ്മത് വെച്ച് നടക്കും. എന്താ ഈ ചുമ്മാഡോ? $500 കിട്ടുന്ന ഡോക്ടറേറ്റ്, അതാണ് ചുമ്മാഡോ. എന്തെങ്കിലും പദവി വെക്കാനുണ്ടെങ്കിൽ അവിടത്തേക്കുണ്ട്. അവിടെ നിന്ന് അതല്ല വെച്ചത്. ശിഷ്യന്മാരും അതല്ല വെച്ചത്. ദൈവപുത്രനായിരിക്കുന്നു, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 100 വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നില്ല. ബിക്കോസ് ഹീ നോ ഹൂ ഹീ ഈസ്. സ്വയം അറിയാവുന്നവർക്ക് വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഇതേ മനോഭാവം, സെർവൻഹുഡ്, ദാസ്യ മനോഭാവം ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. അവരുടെ ഓരോ ലേഖനങ്ങളുടെ ആദ്യം നോക്കണം, വി ആർ ബോണ്ട് സ്ലേവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ ഒരു അടിമയാണ്. ഹല്ലേലൂയ. ഓരോ ലൈനിലുമുണ്ട് പ്രിയമുള്ളവരെ, എനിക്കുള്ളത് നിങ്ങൾക്കുമുണ്ട്. ഓരോ ലൈനിലുമുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കാനല്ല വന്നത്, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും. മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ. നമുക്കറിയാം, ഈ മോനെയാന്ന്
ഗോസ്പൽ റൈറ്റേഴ്സ്, സുവിശേഷകർ ഏതെല്ലാം നിലകളിലാണ് കർത്താവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ഓരോ ആംഗിളിൽ നിന്നാണ് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, ദേവദാസന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷകൻ ഗോസ്പൽ ഓഫ് ദ മെസ്സായ, മർക്കോസ് സുവിശേഷകൻ ഗോസ്പൽ ഓഫ് ദ സഫറിംഗ് സൺ ഓഫ് ഗാഡ്, ലൂക്കോസ് സുവിശേഷകൻ ദ ഗോസ്പൽ ഓഫ് ദ സേവിയർ ഫോർ ഓൾ പീപ്പിൾ, യോഹന്നാൻ സുവിശേഷകൻ ദ ഗോസ്പൽ ഓഫ് ദ ഇറ്റേണൽ സൺ ഹു റിവീൽസ് ദ ഫാദർ, നിത്യനായ പിതാവിനെ, ദൈവപിതാവിനെ വെളിപ്പെടുത്തുന്ന നിത്യനായ പുത്രൻ. ഇവിടെ മർക്കോസ് സുവിശേഷത്തിൽ തന്നെ 14 പ്രാവശ്യം കർത്താവ് പറയുകയാണ്, ഞാൻ മനുഷ്യപുത്രനാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പർപ്പസ് കർത്താവ് പറയുകയാണ്, ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകാനും അത്രേ. ഈ പർപ്പസ് താൻ ശിഷ്യന്മാരോട് നാം വായിച്ച 31-ലും 32-ലും നാം നോക്കുമ്പോൾ 2 പ്രധാന വാക്കുകൾ നമുക്ക് കാണാം. ഒന്ന് താൻ അവിടെ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് ഇത്, അതായത് മനുഷ്യപുത്രൻ പലത് സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുക വേണമെന്ന് അവരെ ഉപദേശിച്ചെന്ന്. ഇറ്റ്സ് എ ടീച്ചിങ്. 2, 32-ാമത്തെ വാക്യത്തിൽ അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് and he began to teach them. 32-ാമത്തെ വാക്യത്തിൽ he was stating the matter very plainly. വളരെ വിശദമായിട്ട് പറഞ്ഞു. എന്താ ഞാൻ വന്നതിൻ്റെ പർപ്പസ് ഇതാ, അല്ല നിങ്ങൾ പറയുന്ന പോലെ അടയാളവും അത്ഭുതവും ഒന്നുമല്ല. തൊട്ട് മുമ്പിൽ ഓർക്കണം എന്താ നടന്നേ? ഇവരുടെ ഒരു കൺഫെഷൻ നടന്നു. പത്രോസ് പറഞ്ഞു, പത്രോസ് ഒരു പ്രതിനിധിയായി പറഞ്ഞാണെന്ന് കൂട്ടിക്കോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രന. ആ കൺഫെഷൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആണ് കർത്താവ് ഇത് അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ മറന്നുകൂടാ. Jesus knew why he came into this world. It was not a surprise for him. അനേകർക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ കൊടുക്കാനാണ് താൻ വന്നത്. താൻ ഈ ഭൂമിയിലെ ശുശ്രൂഷ തുടങ്ങാനുള്ള നേരമായപ്പോൾ തൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ, കഥ ആ ചരിത്രമൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് സെർമണിൽ. യോഹന്നാൻ 1:29 യോഹന്നാൻ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് എന്താ പറഞ്ഞത് അറിയാമോ? ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇവിടെ നമുക്കുള്ള ആപ്ലിക്കേഷൻ എന്താ? വി ആർ ഓൾസോ ഗിവൻ എ പർപ്പസ്. കർത്താവിനത് അറിയാമായിരുന്നു. കർത്താവ് അത് 3.5 വർഷം കൊണ്ട് വിശ്വസ്തയോടെ അത് പൂർത്തീകരിച്ചു. നമുക്ക് 3.5 അല്ല 300 തന്നാലും ഈ ലക്ഷ്യം മനസ്സിലായില്ലെങ്കിൽ പൂർത്തീകരിപ്പാൻ കഴിയില്ല. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ആത്യന്തികമായ ലക്ഷ്യം എന്താ? നിത്യതയാണ്. പുത്രനോടുള്ള അനുരൂപതയാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മെ പ്രീ ഡെസ്റ്റൈൻ ചെയ്തിരിക്കുകയാണ്. റോമാലേഖനം 8:29 പറഞ്ഞിരിക്കുന്നത് നമ്മളെ മുൻ നിർണയിച്ചു വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുക. യേശുവിൻ്റെ ലക്ഷ്യം നമുക്കറിയാം. അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുക, പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി അർപ്പിക്കപ്പെടുക. പക്ഷേ അതിനു വേണ്ടി 33-ാമത്തെ വയസ്സിലൂടെ വന്ന് യാഗമാകുകയല്ല കർത്താവ് ചെയ്തത്. He lived. താൻ ജീവിച്ചു. അതിനിടയിൽ പിതാവ് പറഞ്ഞ എല്ലാ ശുശ്രൂഷകളും താൻ വിശ്വസ്തയോടെ ചെയ്തു. We also. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാണെന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടുന്നവരെ ഉടനടി അങ്ങ് വിളിക്കുകയല്ല ദൈവം ചെയ്യുന്നത്. We have to live this life. ഈ ജീവിതം നാം ജീവിച്ചേ മതിയാവുകയുള്ളൂ. സോ വിക്ടോറിയസ് ആയ, വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ചെയ്യണമെങ്കിൽ ജീവിതത്തിൻ്റെ പർപ്പസ് മനസ്സിലാക്കുക, ലക്ഷ്യം മനസ്സിലാക്കുക. ആ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യത്തോടെ കണക്റ്റഡ് ആയിരിക്കും. ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം പുത്രനോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളുണ്ട്. പിതാവ് എപ്രകാരം പുത്രനെ ഏൽപ്പിച്ച ശുശ്രൂഷ, പുത്രൻ എപ്രകാരം ആ ശുശ്രൂഷയിൽ വിശ്വസ്തനായിരുന്നോ. ഒരു ഭാഗത്ത് പറയുന്നത്
പിതാവ് ചെയ്യുന്നത് കണ്ടിട്ടല്ലാതെ പുത്രൻ ഒന്നും ചെയ്യുന്നില്ല. പിതാവ് ചെയ്തത് കണ്ടിട്ടല്ലാതെ പുത്രൻ ഒന്നും ചെയ്യത്തില്ലെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ റെഫറൻസ് ഓർക്കുന്നില്ല. അപ്പോൾ നമ്മെയും ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക. ഞാൻ മുന്നോട്ട് പോട്ടെ. അതാണ് യോഹന്നാൻ 15:5 പറഞ്ഞിരിക്കുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. 5:19 പറയുന്നത്, ജീസസ് ഗ്ലോറിഫൈഡ് ഹിസ് ഫാദർ ബൈ ഡൂയിങ് വാട്ട് ഹിസ് ഫാദർ. 5:19 മലയാളത്തിൽ നിന്ന് വായിക്കാമോ? ആ, ഇറ്റ്സ് വെരി ക്ലിയർ ദെയർ. താങ്ക് യു. പിതാവ് ചെയ്തത് കാണുന്നത് അല്ലാതെ പുത്രൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്കും ദൈവം തന്ന ഉദ്ദേശം പൂർത്തീകരിപ്പാൻ കർത്താവിനെ പോലെ കഴിയണം. രണ്ടാമത്തെ കാര്യം, ഞാൻ മുന്നോട്ട് പോവാം. പർപ്പസ് ഉണ്ട്, പക്ഷേ അതിനൊരു വഴി ദൈവം വെച്ചിട്ടുണ്ട്. എന്താണ് ആ പാത്ത് വേ? കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോവുക, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിലേക്ക് വരികയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകും. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ ചേർക്കേണ്ടതിന് ഞാൻ തിരികെ വരും. ഇതാണ് പ്രോമിസാണ്. പക്ഷേ അവിടെ പറഞ്ഞൊരു പദം എന്താ? ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയാം, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ പോവുകയാണെന്ന് പറഞ്ഞ പോലെ അല്ല പോകുന്നത്. ഞാൻ ഊബർ വിളിച്ചിട്ടുണ്ട്, ഊബർ വിളിച്ച് ഹോബി എയർപോർട്ടിൽ പോവുക എന്ന് പറയുന്ന പോലെ അല്ല ഇത്. He has to go through a particular path. അല്ല തോന്നുന്ന വഴിയല്ല പോകുന്നത്. പിതാവ് വെച്ചിരിക്കുന്നൊരു പാതയുണ്ട്. ആ പാതയിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പിറ്റേ ദിവസം രാവിലെ എന്നാൽ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞ അവസാനം സ്വർഗാരോഹണം ചെയ്ത പോലെ അല്ല ഇപ്പോൾ പോകുന്നത്. ഇത് ക്രൂശ് വഴിയുള്ള പോക്ക, ഇത് ഗോൽഗോഥ വഴിയുള്ള പോക്ക, ഇത് കാൽവറി വഴിയുള്ള പോക്ക. The pathway. He has to go through Calvary, through the cross. അതിനെക്കുറിച്ച് കർത്താവ് 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ പലത് സഹിക്കണം. പലത് സഹിക്കണം. മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളയും. പിന്നെ അവസാനം കൊല്ലും. ക്ലിയർ അല്ലേ? കർത്താവ് അരമയക്കലാണ് സംസാരിച്ചതെങ്കിലും അത് അവർക്ക് മനസ്സിലായി. എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് അവർക്കത് മനസ്സിലായി. രണ്ടു പേർക്കറിയാം. മലയാളത്തിൽ കൃത്യമായിട്ട് നമുക്ക് എഴുതി തന്നേക്കുക. ഇതാണ് പാത്ത് വേ. ഇതാർക്കെങ്കിലും വേണോ? മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. 4 കാര്യങ്ങൾ അവർ പറയുന്നത്. ക്രൂശിൻ്റെ വഴിയാണ് ഇത് കേട്ടോ. ക്രൂശിൻ്റെ വഴി, മഹത്വത്തിലേക്കുള്ള വഴി കഷ്ടതയുടെ വഴിയാണ്. The pathway to glory is suffering. There is no glory without suffering. ഇത് ഇടുക്കമുള്ള വഴി എന്നാണ് പറഞ്ഞത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ 2 റോഡ് കാണുന്നുണ്ട്. വിശാല വഴി, ഇടുക്കമുള്ള വഴി. വിശാലതയുള്ള ഗേറ്റും ഇടുക്കമുള്ള ഗേറ്റും. 4 കാര്യങ്ങൾ അവിടെ പറയുന്നു. 1, മനുഷ്യപുത്രൻ പലതും സഹിക്കണം. The Son of Man has to suffer. The Son of Man will be rejected. മനുഷ്യപുത്രനെ തള്ളിക്കളയും. The Son of Man will be killed. മനുഷ്യപുത്രൻ കൊല്ലപ്പെടും. And he will rise again. അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. The Son of Man must suffer many things. He suffered many things throughout his ministry. അനേക കാര്യങ്ങൾ മനുഷ്യപുത്രൻ സഫർ ചെയ്തു. എന്തിന്? Why? എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ്. He was identifying with us. When we ask questions, when we are going through sufferings, എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുവീൻ. നോക്കുമ്പോൾ എന്താ കാണുന്നേ? It's not the glory that we see first. It is the suffering that he had to go through. താൻ കടന്നുപോയ സഫറിങ് നമുക്ക് കാണാം. ഹല്ലേലൂയ. സ്വന്തത്തിൽ നിന്ന് സ്വന്തക്കാരവനെ തള്ളിക്കൊണ്ട് സ്വന്തം സഹോദരന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, അത്ഭുതം ചെയ്യാൻ, അടയാളം ചെയ്യാൻ, മറ്റുള്ളവർ പ്രസിദ്ധനാകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ ഗലീല നാട്ടിൽ ചെയ്യാതെ പോയി യെരുശലേമിൽ ചെയ്യാൻ പറഞ്ഞു.
പട്ടണത്തിൽ ചെയ്യാൻ പറഞ്ഞു, സ്റ്റേജ് കെട്ടി ചെയ്യാൻ പറഞ്ഞു. ഇപ്പോഴും നമ്മോടും പറയും, സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കാൻ വന്ന കർത്താവിനോട് പറഞ്ഞെങ്കിൽ നമ്മെ എത്ര അധികം പറയുമെന്നറിയാമോ? Don't be fooled because of this prosperity theology. സമൃദ്ധിയുടെ സുവിശേഷം കേട്ട് നാം വഞ്ചിക്കപ്പെടരുത്. This is an entirely different pathway that God has for us. ദൈവത്തിന് നമുക്ക് വേണ്ടി നടന്നു പോകാനുള്ള ഒരു സെപ്പറേറ്റ് പാത്വേ ഇത്. വിശാല വഴി അപ്പുറത്തുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ അന്ത്യം നാശമാണ്. ഇത് ഇടുക്കമുള്ള വഴിയാണ്, ഇത് ഞെരുക്കമുള്ള വഴിയാണ്. പക്ഷേ ഇതിൻ്റെ അന്ത്യം ജീവനാ, നിത്യജീവനാ, മഹത്വമാ. അതിനായിട്ടല്ലോ നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നമുക്ക് വേണ്ടി, അതാ പത്രോസിൽ എഴുതിയിരിക്കുന്നത്, ഇതിനായിട്ടല്ലോ നമ്മെ വിളിച്ചിരിക്കുന്നത്. He was rejected. Religious leaders റിജക്ട് ചെയ്താൽ കുഴപ്പമില്ല, because that's their character, because they are hypocrites. പുളിച്ചമാവുന്ന കർത്താവിനെ പറഞ്ഞു. പക്ഷെ സ്വന്തക്കാരോ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത നിലകളിലുള്ള പ്രതികൂലങ്ങൾ വന്നാൽ ക്രിസ്തുവിനെ ഓർക്കുക. ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. Remember Christ and Christ alone. The pathway to glory is suffering. He was eventually killed. പ്രിയമുള്ളവരെ, 33-ാം വാക്യത്തിൽ 32-ാമത്തെ വാക്യം വായിച്ചു നോക്കി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ്, എപ്പോഴും പത്രോസ് അല്ലേ, എപ്പോഴാണെങ്കിലും പത്രോസിനെ കാണും. നടക്കാൻ പറഞ്ഞാൽ ആദ്യം ചാടി ഇറങ്ങുന്നത് പത്രോസ്. എന്തെങ്കിലും ക്വിസ് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്നത് പത്രോസ്. തള്ളി പറയാൻ പറഞ്ഞാലും ആദ്യം തള്ളി പറയുന്നത് പത്രോസ്. നമ്പർ 1 പത്രോസ്. വഴക്കുണ്ടാക്കാനും പത്രോസ് അല്ലേ, വഴക്ക് കേൾക്കാനും പത്രോസ്. വാളെടുക്കാൻ പറഞ്ഞാൽ ഉടനെ വാളെടുത്ത് കൈവച്ചു, വെട്ടാൻ പറഞ്ഞാൽ വെട്ടി. And he said, ഇതിനകത്തൊരു ചരിത്രകാരൻ പറഞ്ഞത് കറക്റ്റാണെന്ന് അറിയത്തില്ല, അതിനകത്ത് എഴുതിയിട്ടുമില്ല. പ്രായത്തിൽ അല്പം മൂപ്പുണ്ട് പത്രോസിന്. ഈ പ്രായത്തിൽ മൂപ്പുള്ളവർക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. വേറിട്ട് കൊണ്ടുപോയി എന്ത് ചെയ്യുക, ശാസിച്ചു. ആരെയാണ് മുമ്പേ പറഞ്ഞേ ഉള്ളൂ, ദൈവപുത്രനാന്ന് പറഞ്ഞ ദൈവപുത്രനെ വരെ ശാസിച്ചു കളയും. ഞാൻ കള്ളമല്ല പറഞ്ഞ, അവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യം പറഞ്ഞേ. കാരണം മൂപ്പിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. നോ, വെളിപ്പാട് ലഭിച്ചു, പക്ഷെ പ്രതീക്ഷിച്ചത് ഇതല്ല. ഇപ്പൊ ലോകം സ്ഥാപിക്കും. അതിൽ ഒരു അമ്മ വന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി നേരുന്നു. പക്ഷേ ഉള്ളിലെ ആഗ്രഹം എന്നറിയാവോ, ഇദ്ദേഹത്തിന് 2 സൈഡിൽ ഇരിക്കണമെന്ന്, ഇടത്തും വലത്തും ഇരിക്കണം. അതെന്തൊരു സമർപ്പണമാണ്. സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് അടുത്ത് പറയുന്നുണ്ട്, നിന്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. സീറ്റ് പ്രതീക്ഷിച്ചാണോ സമർപ്പിക്കുന്നത്? പത്രോസ് ഇദ്ദേഹം ഒരു പക്ഷെങ്കിൽ പ്രായത്തിന് മൂപ്പുള്ളവനായിരിക്കാം. കർത്താവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുക, അരുത് എന്ന് പറഞ്ഞ് ശാസിച്ചു തുടങ്ങിയെന്ന് എഴുതിക്കുന്നത്. ഹി ബിഗാൻ ടു റെബ്യൂക്ക് ജീസസ്. സ്നേഹത്തിൽ നിന്ന് കേട്ടോ, അല്ല വേറെ ഒരു കളങ്കും ആ മനുഷ്യനിലില്ല. അതാ കാണിക്കുന്നു. വെട്ടാൻ പറഞ്ഞപ്പോൾ വാളെടുത്ത് വെട്ടാൻ അറിയാവുന്നതുകൊണ്ടല്ല, അതും പ്രൂവ് ചെയ്തു. കഴുത്തിന് വെട്ടിയപ്പോൾ ചെവിക്കാ കൊണ്ട്, അപ്പോൾ അതെന്നാ വെട്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹി വാസ് എ സിൻസിയർ പേഴ്സൺ ആൻഡ് ഗോഡ് നോസ് ഹിം. ശാസിച്ചു തുടങ്ങി. ഇപ്പോൾ കർത്താവ് പറഞ്ഞുണ്ടോ, നീ ഒരു സിൻസിയർ ആണല്ലോ, അതുകൊണ്ട് നീ പറഞ്ഞത് ഞാൻ അങ്ങ് എടുത്തേക്കുന്നെന്നാണ് പറഞ്ഞു. നീ പറഞ്ഞത് എടുത്തേക്കെന്നല്ല പറഞ്ഞേ. 2 കാര്യം ഇവിടെ നടക്കുന്നേ, മനുഷ്യൻ്റെ താല്പര്യങ്ങളും ദൈവത്തിൻ്റെ താല്പര്യങ്ങളും. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഗോഡ്സ് ഇൻട്രസ്റ്റ്, മാൻസ് ഇൻട്രസ്റ്റ്. 33-ാം വാക്യത്തിൽ പറഞ്ഞേക്കുക, സാത്താനെ നീ എന്നെ വിട്ടു പോ. ഇത് ആദ്യം പറഞ്ഞ എവിടാന്നറിയോ, പരീക്ഷയിലാണ്. സാത്താൻ ഇപ്പം പത്രോസിൻ്റെ രൂപത്തിൽ വന്നേക്കുക എന്ന് പറഞ്ഞാൽ, പത്രോസിൽ പിശാചുണ്ടെന്നല്ല പറഞ്ഞേ. പത്രോസ് ഇപ്പം സാത്താൻ സംസാരിക്കുന്നുള്ളൂ സംസാരിക്കുക. അത് എങ്ങനെയാണ് സാത്താൻ സംസാരിക്കുന്നുള്ളൂ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നേ? മനുഷ്യൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ മതി. പുൾപ്പിറ്റുകളിൽ നിന്ന് അത് ഒരുപാട് കേൾക്കാം. മനുഷ്യൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞ് അവരെ
ഇങ്ങനെ നിർത്തുക, ഒരു എയർ നിർത്തുക. നാട്ടിലൊരു ഭാഷ എയർ നിർത്തുക. എയർ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നിലത്ത് വല്ല താഴെയല്ല, പുള്ളി എയറില്ല. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പുള്ളി താഴെ വരും. പിന്നെ ഇത് കേൾക്കാനായി വരുന്നേ, എയർ നിർത്തണം. നോ, ദാറ്റ്സ് മാൻസ് ഇൻട്രസ്റ്റ്. അതല്ല പുൾപിറ്റുകൾ കേൾക്കുന്നത്. ഇറ്റ് ഈസ് ഗോഡ്സ് ഇൻട്രസ്റ്റ്. ദൈവത്തിന് താല്പര്യമുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവഹിതം. നീ ഇപ്പോൾ പിശാച് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നത്, കാരണം നീ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റ് അല്ല നീ പറയുന്നേ, നീ മനുഷ്യൻ്റെ ഇൻട്രസ്റ്റാണ്. Peter is rebuking Jesus. Jesus said, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെതത്രേ കരുതുന്നത്. There is a greater purpose for which God has sent his son. അത് മരിക്കാൻ. അപ്പോ പത്രോസ് പറയുക, അരുതേ, അങ്ങനെ അരുതേ എന്ന് പറഞ്ഞാൽ he is becoming a stumbling block. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ എത്ര അടുത്ത സ്നേഹിതനാണെന്ന് പറഞ്ഞാലും ദൈവോദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് ആലോചന പറയുന്നതെങ്കിൽ മനസ്സിലാക്കി ഒഴിവാക്കിയേക്കുക. നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ അത് നല്ലതായിരിക്കും. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. I have gone through ആ കാര്യങ്ങളൊക്കെ ഒരുപാട് പോയി പരാജയപ്പെട്ടവരാണ് ഞാൻ. സോ ദൂരെ നിന്ന് കാണുമ്പോഴേ അറിയാം, ദിസ് ഇസ് മാൻസ് ഇൻട്രസ്റ്റ്. ഇത് ദൈവഹിതമല്ല. ദൈവ ഉദ്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കേണ്ടത്. ജീസസ് ഗീവ്സ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദാറ്റ് പാത്ത്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താ? പർപ്പസ് കഴിഞ്ഞു, പാത്വേ കർത്താവ് പറഞ്ഞു തുടങ്ങിയപ്പോഴേ പറയുക, അയ്യോ അരുതേ അരുതേ. കർത്താവ് വീണ്ടും പറയുക, 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ പറയുക, ഒരുവൻ, ശിഷ്യന്മാരോടും പിന്നെ പുരുഷാരത്തോടുമായിട്ടാണ് കർത്താവ് പറയുന്നത്, ഒരുവൻ. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ? ഫാമിലി ആയിട്ടല്ല നമ്മൾ പോകുന്നേ, നമ്മൾ ഒറ്റയ്ക്കാണ് പോണേ. രക്ഷ ഏകപക്ഷീയവും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കീഴിലുമാണെങ്കിലും നാം നടക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. ആ ഉറപ്പും വ്യക്തിപരമായിട്ട് പ്രാപിച്ചോണം. നമുക്ക് ബന്ധം അവനോട് നേരിട്ടാ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര പ്രശ്നം. എന്നോട് പറഞ്ഞു, അച്ഛാ, സഭാ ശുശ്രൂഷ അത്ര എളുപ്പമല്ല. പലരുടെയും ഞാനത് കേട്ടിപ്പം, സഭാ ശുശ്രൂഷ എളുപ്പം. കർത്താരദാസനോട് ചോദിച്ചാൽ അത് പറയും. അതിന് പറഞ്ഞു, ആദ്യം എനിക്ക് ദൈവമാണ്, രണ്ടാമത് ചർച്ച, മൂന്നാമതേ ഉള്ളൂ ഇപ്പം എൻ്റെ കുടുംബം. ആ നിലകളിലായി. കാരണം കഴിഞ്ഞ ദിവസം പുള്ളി അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മുള്ള്, വിഷമുള്ള മുള്ള് കഴിച്ച് പുള്ളി ചോക്ക്ഡായി. കൊച്ചു മാത്രമേ ഉള്ളൂ. 911 വിളിക്കാൻ പറ്റുന്നില്ല. പുള്ളി വിചാരിച്ചു ഞാൻ മരിക്കാൻ പോവാ. കാരണം പുള്ളിക്ക് ശ്വാസം കിട്ടുന്നില്ല. വിഷമുള്ള മുള്ള. ആരാണ്ട് കൊണ്ട് കൊടുത്ത മീന. ഇവിടെ അല്ല, ഈ സ്റ്റേറ്റിലല്ല. പുള്ളിയുടെ ചിന്ത വന്നത്, അതുകൊണ്ട് നാളെ പോകുന്നത് നിങ്ങൾ മീൻ മേടിക്കാതിരിക്കുന്നു വേണ്ട. ചിന്ത വന്ന ഇത്രയുമാ, എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? രണ്ടാമത്തെ ചിന്ത, എൻ്റെ സഭയിലെ കുഞ്ഞുങ്ങളെ ആര് നോക്കുന്നു? ഒന്നും മനസ്സിലായില്ലല്ലേ? ഒരു ദൈവദാസൻ്റെ പ്രയോറിറ്റി കേട്ടോ, ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കണം നമ്മുടെ ഇൻട്രസ്റ്റ്. മനുഷ്യൻ്റെ ഇൻട്രസ്റ്റ് വന്നാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലത്തില്ല. നമുക്കിവിടെ മാന്യത ഉയർച്ചയും ഒക്കെ കിട്ടും. അതിന് പറ്റിയൊരു രാജ്യത്താണ് നാം ആയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റിന് മുമ്പിൽ നമ്മൾ പോയാൽ അവിടെ നമുക്ക് മഹത്വത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. Then only we will reach glory. മഹത്വത്തിലേക്ക് പോകണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന പാത്വേ തന്നെ പോകണം. കർത്താവ് പറയുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം, ക്രൂസ് ഡെയിലി എടുക്കണം, എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് പറയുക, ടേക്ക് അപ്പ് ദ ക്രോസ്. മരിക്കാൻ തയ്യാറാണെ വന്നാൽ മതി എന്നല്ലേ എന്നെ പറഞ്ഞേ? സ്വയം ത്യജിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വന്നാൽ മതി എന്നല്ലേ പറഞ്ഞേ? ഇത് ആളെ കൂട്ടുന്ന മാർഗം അല്ലെന്നല്ലേ പറഞ്ഞേ? കർത്താവ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ പറയുക, അയ്യോ ഇത് പറയല്ലേ, ഇത് പറഞ്ഞപ്പോൾ തന്നെ അവർ പോയല്ലോ. അപ്പോൾ കർത്താവ് ചോദിക്കുക, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? ഞാൻ ആളെ കൂട്ടാനല്ല വന്നത്, ഞാൻ ആളെ കൂട്ടാനല്ല വന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി. വീണ്ടും പത്രോസ് പറയുക, യാ, നിത്യജീവന്റെ മൊഴി നിന്റെ മേല, നിന്നിൽ നിന്നാ ഉള്ളത്. 35-ാം വാക്യത്തിൽ ഒരു വിരോധാഭാസം നമുക്ക് കാണാം.
35 വാക്യം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താ പറയുക, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, കളയാൻ ഇച്ഛിച്ചാൽ അതിനെ നേടാവും എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷ നിമിത്തം എന്നോട് പറയുന്നുണ്ട്. ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളുടെ പിന്നിൽ, ഈ ലോകത്തിലെ സ്വീകാര്യതയുടെ പിന്നിൽ ഒരുവൻ പോവുകയാണെങ്കിൽ അവന് നിത്യജീവൻ പ്രാപ്യമാക്കാൻ വളരെ പ്രയാസമാണ്, നടക്കത്തില്ലത്. അതാ കർത്താവ് പറയുന്നത്. ജീവനെ നേടാൻ ശ്രമിച്ചാൽ കളയും, കളയാൻ ശ്രമിച്ചാൽ നേടാം. സുവിശേഷ നിമിത്തം. Pathway to glory is suffering, is to give or heed to God's interest. മനുഷ്യൻ്റെ ഇൻട്രസ്റ്റ് അല്ല. Is to take up the cross daily. ദിവസം പ്രതി നമ്മുടെ കുരിശെടുക്കണം. And losing your life for the sake of the gospel. ജീവനെ കർത്താവ് പ്രതി, കർത്താവിൻ്റെ വചനം പ്രതി കളയേണ്ടി വന്നാലും അത് ഭാഗ്യമെന്ന് കരുതണം. 38 വാക്യത്തിൽ പറയുന്നത്, ആരെങ്കിലും ഈ ദോഷമുള്ള തലമുറയിൽ എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ, അതിൻ്റെ മറുവശം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നാണിക്കാതിരുന്നാൽ മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അതാണ് നമുക്ക് മഹത്വം എന്നുള്ള മൂന്നാമത്തെ വിഷയം, ഗ്ലോറി. നാം പർപ്പസ് കണ്ടു, പാത്വേ കണ്ടു. ഈസി അല്ല കേട്ടോ ക്രിസ്ത്യ ജീവിതം. ബട്ട് ഇതിൻ്റെ അന്ത്യം മഹത്വമാണ്, ഇതിൻ്റെ അന്ത്യം ഗ്ലോറിയ. കർത്താവ് അതാ പറയുന്നത്, എൻ്റെ വചനങ്ങളെക്കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ, കണ്ടോ, പിതാവിൻ്റെ തേജസ്സിൽ മനുഷ്യപുത്രൻ വരുന്നൊരു സമയമുണ്ട്. പിതാവിൻ്റെ തേജസ്സിൽ മനുഷ്യപുത്രൻ വരുന്നൊരു സമയമുണ്ട്. ആരെങ്കിലും ഇന്ന് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ നാണിച്ചാൽ, മഹത്വത്തിൽ പിതാവിൻ്റെ തേജസ്സിൽ പുത്രൻ തമ്പുരാൻ വരുമ്പോൾ അവനെക്കുറിച്ച് നാണിക്കുമെന്നല്ലേ പറഞ്ഞേ. എന്നാൽ മത്തായി 10:32 പറയുന്നു, ആരെങ്കിലും എൻ്റെ നാമം ഏറ്റുപറഞ്ഞാൽ, പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അതല്ലേ ഏറ്റവും വലിയ മഹത്വം. സ്വർഗസ്ഥനായ പരിശുദ്ധനായ, ആർക്കും കാണുവാൻ കഴിയാത്ത അപ്രമേയനായ തേജസ്വരൂപിയായ പൂർണ്ണനായ പിതാവിൻ്റെ മുമ്പിൽ പുത്രൻ തമ്പുരാൻ ഏറ്റുപറയുകയാണ്, ബേബിച്ചാൻ. ബേബിച്ചാൻ എന്ന് കർത്താവ് വിളിക്കത്തില്ല കേട്ടോ. ഈയിടെ ഒരാൾ പറഞ്ഞു ബേബിച്ചാൻ. ബേബി എൻ്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങിയതാ. ലിജി എൻ്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണെന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയും. അതാണ് പ്രിയമുള്ളവർ ഏറ്റവും വലിയ മഹത്വം. That's a glory. നാം നമ്മുടെ പർപ്പസ് മനസ്സിലാക്കി ദൈവം വെച്ചിരിക്കുന്ന പാത്വേയിലൂടെ സഞ്ചരിച്ചാൽ ദൈവം വെച്ചിരിക്കുന്ന മഹത്വം നമുക്കുണ്ടാകും. പുത്രൻ തമ്പുരാൻ പിതാവ് അയച്ച ഉദ്ദേശം നിവർത്തിച്ചു. പിതാവ് കാണിച്ച പാതയിലൂടെ സഞ്ചരിച്ചു. പുത്രൻ പറയുകയാണ്, പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരോടെ ഞാൻ വരികയാണ്. He is going to come in the glory of his Father with the holy angels. ഇവിടെ നമുക്കും വെച്ചിരിക്കുന്ന ഉദ്ദേശം നിവർത്തിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന പാത്വേയിലൂടെ സഞ്ചരിച്ച്, ഇൻഡിവിജ്വലായിട്ടാണ് കേട്ടോ, കുടുംബമായിട്ടല്ല, ഇൻഡിവിജ്വൽ, വ്യക്തിപരമാ നമുക്ക് വെച്ചിരിക്കുന്ന പാത്വേയിലൂടെ നാം സഞ്ചരിച്ച് പിതാവിൻ്റെ മുമ്പിൽ എൻ്റെ പേര് ഏറ്റുപറയുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ആ മഹത്വത്തിനായി നമുക്ക് ഒരുങ്ങാം. പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 1:7 നമുക്കുണ്ടെന്നേ മാന്യത, നമുക്കുണ്ടെന്നേ ഉയർച്ച, നമുക്കുണ്ട്. അത് എവിടെയാണെന്നറിയാമോ? 1:7 പറഞ്ഞിരിക്കുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ തേജസ്വരൂപിയായി അവൻ വരുമ്പോൾ അവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാമോ? പുകഴ്ച കിട്ടും, പുകഴ്ച കിട്ടും. ഇന്ന് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് പുകഴ്ച അന്ന് കിട്ടും. 2, തേജസ് കിട്ടും, ഗ്ലോറി ഗ്ലോറി. 3, മാനം കിട്ടും. ഇത് 3 ഇന്ന് ഓരോരുത്തർ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കത് അന്ന് കിട്ടും, ഉറപ്പാ. കാരണം ദൈവനാമത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ വക്രതയും കോട്ടമുള്ള തലയുടെ മധ്യത്തിൽ ദൈവനാമത്തെ നാണിക്കാതെ ഏറ്റുപറയുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ സന്നിധിയിൽ അവൻ എൻ്റെ നിങ്ങളുടെ നാമം ഏറ്റുപറയുന്ന ഒരു കാലമുണ്ട്.
അന്ന് നമുക്ക് പുകഴ്ച കിട്ടും, അന്ന് നമുക്ക് മാനം കിട്ടും, അന്ന് നമുക്ക് ഉയർച്ച കിട്ടും, അന്ന് നമുക്ക് മഹത്വം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ തേജസ്വരൂപിയായ കർത്താവിൻ്റെ വരവിനായി നമ്മെ എന്ന് ഒരുക്കി കാത്തുകൊണ്ട് ഒരു പ്രത്യാശര ഗാനം പാടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. ഹല്ലേലൂയ. ആ സമയത്ത് സ്തോത്ര വഴിപാട് എടുത്ത് കർത്താവ് തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, പ്രഭാതമേ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമേ സേവകൻ ദൈവദൂതരല്ലോ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമേ സേവകൻ ദൈവദൂതരല്ലോ. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്നു ഞാൻ സ്തുതിച്ചിടും. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്നു ഞാൻ സ്തുതിച്ചിടും. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഓ, ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോകും, അതു കിനാവു പോൽ. ഈ മണ്ണിൽ എന്റെ ക്ലേശം. ഹല്ലേലൂയ. പ്രത്യാശയോട് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ, നിത്യ തേജസ്സിൻ ധനവാനതിൻ ഫലമെന്നിയനന്നു നൽകിടും. നിത്യ തേജസ്സിൻ ധനവാനതിൻ ഫലമെന്നിയനന്നു നൽകിടും. തേജസ്സിൽ യേശു പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാത്ത പ്രത്യാശയോടെ തേജസ്സിൽ അവൻ വരുമ്പോൾ നമുക്ക് പുകഴ്ചയും മാനവും ഹല്ലേലൂയ മഹത്വവും നമുക്ക് തരുന്ന ആ സുദിനത്തിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം പ്രത്യാശയോടെ. പ്രഭാതമേ, അതെന്നാശയേ. Hallelujah. We praise you, Lord. We thank you, Lord. We worship you. We worship you, Lord. We worship you, Lord. We thank you, Lord. Hallelujah. 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 Thank you, Lord. Thank you, Lord. Hallelujah. Word to the word, to the word, to the word, to the word. That is my great hope. There's a glorious day waiting for me. There's the greatest morning that